ഈ ഇൻഷുറൻസിൻ്റെ ഒരു ലോജിക്ക് എല്ലാവരിലും ഒരുപോലെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് സാമ്പത്തികമായിട്ട് ഉന്നതയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു വർഷം ഇത്ര തുക ഇൻഷുറൻസിന് വേണ്ടി ചിലവാക്കുക എന്ന് പറയുന്നത് ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അപ്പുറത്ത് സാമ്പത്തികമായി താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ചെറിയ പ്രീമിയത്തിൽ ഇതേ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതല്ലേ നടപ്പിലാവേണ്ട ഒരു കാര്യം. ഞാൻ പറയുന്നത് ഈ നല്ല ചികിത്സ പിന്നെ ഇൻഷുറൻസേ ഇല്ലാണ്ട് ഏർപ്പെടുത്തണം ഞാൻ പറയുന്നത്. സൗജന്യമായിട്ട് അത് സർക്കാർ ഇപ്പം ഗവൺമെന്റ് ആശുപത്രികളുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊക്കെ പഴയ ഗവൺമെന്റ് ആശുപത്രി പോലെ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ സർക്കാരിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. 6 കൊല്ലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ആ കാലത്തൊക്കെ ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ സിസേറിയൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്രയും ഒന്നൊരു ലിസ്റ്റ് എഴുതി കൊടുക്കും. അതിനകത്ത് നിന്ന് പിന്നെ സൂചിയും നൂലും ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനും പിന്നെ IV കൊടുക്കേണ്ട ഫ്ലൂയിഡും ഒക്കെ അവസാനം 2 ലിറ്റർ മണ്ണെണ്ണ ഉണ്ടാവും. ഇത് തിളപ്പിക്കാനും ഇൻസ്ട്രുമെന്റ് തിളപ്പിക്കാനുള്ള സ്റ്റൗ തിളപ്പിക്കാനുള്ള അത്ര ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് മാറി സൗകര്യങ്ങളുടെ കാര്യത്തിൽ. പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷേ വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ 6 കൊല്ലം വർക്ക് ചെയ്തതാണ് ഞാൻ. താലൂക്ക് ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ ഒരു സൗകര്യമില്ലാത്ത കാലത്ത് അന്ന് പിന്നെ അനസ്തീഷ്യ സൗകര്യമില്ല, ജനറേറ്റർ ഇല്ല. ഈ സമയത്ത് അന്ന് ആ ആശുപത്രിയിൽ 200, 250, 300 പ്രസവം വരെ ഒരു മാസം നടക്കുമായിരുന്നു. ഇപ്പൊ ആ ആശുപത്രിയിൽ 2 ആളുണ്ട്. അന്ന് ഞാൻ തന്നെയായിരുന്നു. ഇപ്പൊ 2 ഗൈനക്കോളജിസ്റ്റുകളുണ്ട്. ഒരു മാസം മാക്സിമം വന്നു കഴിഞ്ഞാൽ 4-5 ഡെലിവറി, അത്രേ ഉള്ളൂ. ആരും വരുന്നില്ല. ആൾക്കാർ വന്നാലും ഈ ഡോക്ടേഴ്സിനും ധൈര്യമില്ല. അവർക്കുള്ള ധൈര്യം ഇത്തിരി എന്തെങ്കിലും ഒരു പ്രോബ്ലം തോന്നിയാൽ അവർ പറഞ്ഞോളൂ. അല്ല, അവർ കുറ്റം പറഞ്ഞിട്ടേ ഇല്ല, ഡോക്ടേഴ്സിന് കുറ്റം പറയില്ല. കാരണം അവരുടെ കോൺഫിഡൻസിന് അതിന് പ്രധാന കാരണം മീഡിയ കേട്ടോ. അത് പറയാതിരിക്കാൻ തരില്ല. കാരണം എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ഇത് എന്താണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് അനാസ്ഥ എന്ന് പറഞ്ഞിട്ട് വേണ്ടൊക്കെ വരും. ബ്രേക്കിംഗ് ന്യൂസ് അനാസ്ഥ എന്ന് പറഞ്ഞിട്ട് വരും. ഡോക്ടർമാരൊക്കെ ഇപ്പോൾ ഡിഫൻസ് പ്രാക്ടീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നാളെ ഇവൻ എൻ്റെ പേരിൽ കേസ് കൊടുക്കുമോ, ഒരു ഫ്യൂച്ചർ ലിറ്റിഗൻ്റ് ആണോ ഈ ഇരിക്കുന്നത് എന്ന് സംശയിച്ചിട്ട് അപ്പൊ അതിനെന്തെല്ലാം തടയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിൽ ഇപ്പൊ ഒരു രോഗത്തിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം പല സംശയങ്ങളുണ്ടാകും. ഇതാവാം അങ്ങനെയാണല്ലോ ഡയഗ്നോസ് എത്തുന്നത്. അപ്പം നമ്മൾ A to Z ഇപ്പം മുമ്പത്തെ കാലത്തെ മാറിയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് വളരെ കൂടുതലാണ്. അത് പലപ്പോഴും പലതും നമ്മൾ കഴിഞ്ഞാൽ റൂൾ ഔട്ട് ചെയ്യാനാണ്. നാളെ ഇനിയിപ്പോൾ അപൂർവമായിട്ടുള്ള അത് വന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചില്ലാന്നിട്ട് എൻ്റെ വെക്കെട്ടുകാരുണ്ട് അതുകൂടി ചെയ്തോ, ഈ രീതിയാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്.